സ്വർഗീയോത്മകരായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിലനിൽക്കാനും നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടേണ്ടതുണ്ട്. കാരണം പാപം നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്നു. പാപത്തിന് നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്താൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളുടെ ഓർമ്മകള് അതും നമ്മുടെ മനസ്സിന് മുറിപ്പെടുത്താൻ പറ്റും. എത്രയോ പേരാണ് ഇന്നലകളുടെ മനസ്സിനേറ്റ മുറിവുകളിൽ അകപ്പെട്ടിട്ട് ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാതെ അസ്വസ്ഥരായി കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് മനസ്സിന്റെ നവീകരണം ഒരു ദൈവ പൈതലിന് മുന്നോട്ട് പോകാനുള്ള ഊർജമാണ്. മറ്റൊരു വാക്യം പറഞ്ഞാൽ പുതിയ മനുഷ്യനായിട്ട് മുന്നോട്ട് പോകാനുള്ള ഊർജം നൽകുന്നത് മനസ്സ് നവീകരിക്കപ്പെടുമ്പോഴാണ്. എഫേസ്യർ എഴുതിയ ലേഖനം 4-ാം അധ്യായം 22 മുതലുള്ള വചനങ്ങൾ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. ഇന്നലകളിൽ ദൈവസ്നേഹത്തിന് വിപരീതമായി നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ വൈകാരികതകളിലും ശത്രു വിതച്ച ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യൻ ഇത് ദൂരെ എറിയണം. ദൂരെ എറിഞ്ഞാൽ മാത്രം പോരാ, മുന്നോട്ട് നമ്മൾ വായിക്കും. ഇതാദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റേജ് ആണ് പഴയ മനുഷ്യനെ നമ്മൾ ദൂരെ എറിയണം. ഇനി നമ്മുടെയൊക്കെ പഴയ മനുഷ്യൻ നമ്മൾ ചിരിഞ്ഞു നോക്കുമ്പോ ചിലവര് നിരാശപ്പെട്ടിരിക്കുന്നവരാകാം, നിരാശയാൽ നയിക്കപ്പെടുന്നവരുണ്ടാകാം. അത് എന്റെ പഴയ മനുഷ്യനാണ്. ഈ പഴയ മനുഷ്യനെ നമ്മൾ ദൂരെ എറിയണം. നിരാശകളാൽ നയിക്കപ്പെടുന്ന നമ്മൾ മറ്റൊരു വാക്യം പറഞ്ഞാൽ യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് അവനോട് ഐക്യപ്പെടുന്നതിന് മുമ്പ് യേശുവിനെ അവന്റെ ആഴത്തിൽ സ്നേഹിക്കുന്നതിനും സ്വന്തമാക്കുന്നതിനും മുമ്പുള്ള ഒരു പഴയ മനുഷ്യൻ നമുക്കുണ്ട്. അതിനുശേഷം ക്രിസ്തുവിനെ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു പുതിയ മനുഷ്യനുണ്ട്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ഇനി ഇതിനിടയ്ക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ട്. പഴയ മനുഷ്യനിൽ നിന്നും നിരാശ നിറഞ്ഞ, ആകുലത നിറഞ്ഞ, ആത്മഹത്യാ പ്രവണതയുള്ള, ക്ഷമിക്കാൻ പറ്റാത്ത, സ്നേഹിക്കാൻ പറ്റാത്ത, ഉള്ളിൽ വെറുപ്പ് കൊണ്ട് നടക്കുന്ന, അഹങ്കാര സ്വഭാവമുള്ള, ആസക്തികളാൽ കലുഷിതമായ, അസൂയ നിറഞ്ഞ, വൈരാഗ്യം നിറഞ്ഞ ഒരു പഴയ മനുഷ്യൻ നവീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇനി അടുത്ത വചനം കൂടി വായിക്കാവോ? അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾ കിട്ടും. അതേ ഞാൻ ആ വചനം അല്പം കൂടി നമുക്ക് സൗഖ്യം കിട്ടുന്ന രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. വായിച്ചേ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. വിശ്വാസത്തിന്റെ, ആത്മധൈര്യത്തിന്റെ, വിശുദ്ധിയുടെ, പ്രാർത്ഥനയുടെ, കൃപയുടെ, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവിൻ എന്ന വചനം പറയുന്നത്. ഇത് ധരിക്കണമെങ്കിൽ പഴയ മനുഷ്യൻ ദൂരെ എറിയേണ്ടതുണ്ട്.